ഒടുവിൽ അർജുൻ ആയങ്കി പിടിയിൽ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസിനെതിരെ രംഗത്തെത്തിയ വിവാദ നായകൻ അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച പുലർച്ചെ 2:30 കണ്ണൂർ താളിക്കാവിലെ ഒരു അപ്പാർട്ട്മെന്റ് പരിസരത്ത് നിന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ സാഹസികമായി പിടികൂടിയത്. കേസിൽ അറസ്റ്റ് ഒഴിവാക്കാനായി താളിക്കാവിലെ അഭിഭാഷകയുടെ വീട്ടിൽ അഭയം തേടി എത്തിയതായിരുന്നു ആയങ്കി. പോലീസ് എത്തിയപ്പോൾ കൃത്യമായ വാറണ്ടില്ലാതെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ അഭിഭാഷക ഉറച്ചുനിന്നു. എന്നാൽ ഇതിനിടയിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് ചാടിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പിന്തുടർന്ന് പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളെ കടലിൽ പോയാൽ കാണാതാകുന്നത് ആദ്യ സംഭവമല്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുൻ സർക്കാരിന്റെ സമയത്തും മത്സ്യത്തൊഴിലാളികളെ കാണാതായി. ഇതുവരെ കനത്ത തരത്തിലാണ് തെരച്ചിൽ നടത്തുന്നതെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വാദം. തിരുവനന്തപുരത്തും നീണ്ടകരയിലും മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശം. മത്സ്യത്തൊഴിലാളികളെ കാണാതായി 10 ദിവസം കഴിഞ്ഞിട്ടും തെരച്ചിലിൽ യാതൊരുവിധ ഏകോപനവും ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഇത് ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ കഴിഞ്ഞ 2 മാസമായി പൊതുവേദികളിൽ കാണാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സംശയങ്ങൾ ഉയർന്നു വരുന്നു. ജൂൺ 9 പോങ്യാങ്ങിൽ വെച്ച് ചൈനീസ് പ്രതിനിധി സംഘത്തെ സ്വീകരിച്ച ശേഷമാണ് 42-കാരനായ കിം പൂർണ്ണമായും മാധ്യമ ശ്രദ്ധയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. കൊറിയൻ യുദ്ധം അവസാനിച്ചതിന്റെ 73ാം വാർഷികാഘോഷം ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ചടങ്ങുകളിലൊന്നും തന്നെ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ തീരദേശത്ത് പ്രതിഷേധം ശക്തമാകുന്നു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബമാണ് അധികൃതരുടെ നിഷ്ക്രിയത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പോലും കേൾക്കാൻ നിന്നില്ലെന്ന് ജോണിന്റെ മകൾ ജിജി പറഞ്ഞു. പിറമാടം സെന്റ് ജോൺസ് ബത്ലഹേം ഓർത്തഡോക്സ് പള്ളിയിൽ തമ്മിലടിച്ച് വൈദികർ. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളിലെ വൈദികർ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഓർത്തഡോക്സ് വൈദികർ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കായി എത്തിയപ്പോഴാണ് തർക്കമുണ്ടായത്. അവകാശ തർക്കത്തിൽ കോടതിയുടെ അനുകൂല വിധിക്ക് പിന്നാലെയാണ് ഓർത്തഡോക്സ് വൈദികർ എത്തിയത്. മൂവാറ്റുപുഴ സബ് കോടതിയുടേതാണ് ഉത്തരവ്. വിശുദ്ധ സ്ഥലമായി ആചരിക്കുന്ന മദ്ബഹയാണിത്. സംഘർഷത്തിൽ വികാരിമാരടക്കം 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഭൂചലനം. 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ശനിയാഴ്ച രാത്രി 10ഓടെ ഉണ്ടായത്. തുടർന്ന് ഞായർ പുലർച്ചെ 5:33 3.3 തീവ്രതയുള്ള തുടർചലനവും രേഖപ്പെടുത്തി. അതേസമയം ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്ര ഗുജറാത്ത് അതിർത്തിയിലെ ഹദ്ഗഡ് മലനിരകൾക്ക് സമീപമുള്ള ഭൻവാഡിൽ 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. മധ്യപൂർവേഷ്യൻ കടൽപാതയിൽ പിരിമുറുക്കം ശക്തമാക്കി ഹോർമൂസ് കടലിടുക്കിൽ UAE-യുടെ എണ്ണക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വാണിജ്യ കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അപകടത്തിൽ ജീവനക്കാർക്ക് പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ഇറാനും ഒമാനും തമ്മിലുള്ള നിർണായക ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് സംഭവം. അടുത്ത 5 ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ലോക അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രമെഴുതി ഇന്ത്യയുടെ ബസന്ത് കുമാർ മേഘ്വാളും ഷാനവാസ് ഖാനും ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ബസന്ത്. 2.21 മീറ്റർ മറികടന്നാണ് ബസന്ത് വെള്ളി സ്വന്തമാക്കിയത്. ബസന്തിന്റെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനവും ഇതുതന്നെയാണ്. അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരൻ അജയ് ആയങ്കിയെ ജാമ്യത്തിൽ വിട്ടയച്ചു. 2 പേരുടെ ആൾ ജാമ്യത്തിലാണ് അജയെ വിട്ടയച്ചത്. ജാമ്യം നിൽക്കാൻ ആദ്യമെത്തിയത് ഒരു ഗുണ്ടാ നേതാവാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിക്കുന്നതിലേക്ക് നീങ്ങിയതോടെ മറ്റൊരു സഹോദരനായ അഖിലെത്തി 2ാം ജാമ്യക്കാരനാവുകയായിരുന്നു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.